വെൽക്കം ബാക്ക് ടു AR സ്ഥാവരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മോണ്ട്ര എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. ആ ഒരു ഓട്ടോറിക്ഷയുടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി നിലവിൽ മാർക്കറ്റിലുള്ള ഒരു ഓട്ടോറിക്ഷയാണ്. അപ്പൊ നല്ല രീതിയിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 6 മാസമായിട്ട് നല്ല രീതിയിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ഈ ഇലക്ട്രിക് ഓട്ടോ. അപ്പൊ മോണ്ട്ര മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിന്റെ ഓണർമാർ, മുരുകപ്പ ഗ്രൂപ്പ്. അപ്പോൾ ഇത് ഒരു 10-100 വർഷത്തിനിടയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബിസിനസ് മേഖലകളിലുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അവര് നമ്മൾ പറയുകയാണെങ്കിൽ ഹെർക്കുലീസ്, അതേപോലെ പിന്നെ ഹീറോ, ഈ സൈക്കിളുകളൊക്കെ ഒരുപാട് കാലം ഇന്നും വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അവരുടെ വാഹനമാണ് ഈ മോണ്ട്ര. അപ്പൊ ഈ മോണ്ട്ര മുതൽ ടോറസ് വരെയുള്ള ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇവർ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ അതുപോലെ തന്നെ അത്രയും ബിസിനസ് പരിചയമുള്ള ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു ഒരു കമ്പനിയാണ് മുരുകപ്പ ഗ്രൂപ്പ്. അവരിറക്കിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് മോണ്ട്ര. ഒരുപാട് സവിശേഷതകൾ, നല്ല രീതിയിൽ കാണാനൊക്കെ ഭംഗിയോ, അതോടൊപ്പം നല്ല ഒരുപാട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും. അപ്പം നമ്മൾ കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല, കാണാൻ പോകുന്ന പൂരം നമ്മൾ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെ മോണ്ട്രയുടെ EPV2 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള, ഇതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഹലോജൻ ലൈറ്റ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പിറകില് ഡിസൈൻ കൂടി ഒന്ന് നോക്കണം. പിറകില് നല്ല മനോഹരമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും അതോടൊപ്പം തന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ, റൗണ്ട് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും മോണ്ട്ര എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അതേപോലെ മോണ്ട്രയുടെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. EPV2 എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയൊരു ബാഡ്ജിങ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ താഴെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റാൻ പറ്റും. റിവേഴ്സ് ക്യാമറ അടക്കം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ സാധാരണ വാഹനങ്ങൾ വരുന്നത് പോലെയല്ല, ഇതിനകത്ത് ഓൾറെഡി ഇതിന്റെ ഷീറ്റും കാര്യങ്ങളും ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല ഡിക്കി സ്പേസും ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ഡിക്കി സ്പേസ് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഡിക്കി സ്പേസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള, നമുക്ക് ഒരു അരിയും ചാക്കൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള, ഒരു ആപ്പയുടെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ആക്സസറീസ്, നമ്പർ പ്ലേറ്റും കാര്യങ്ങൾ, പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് കാര്യങ്ങളൊക്കെ, നമുക്ക് ഒരു ജാക്കി, പിന്നെ അതേപോലെ അതിന്റെ വീൽ സ്പാനർ കാര്യങ്ങൾ, ടൂൾ കിറ്റ്, വീൽ സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, അത്യാവശ്യമുള്ള, അതേപോലെ ടീ സ്പാനർ, അങ്ങനെ കണ്ട കുറച്ച് ടൂൾസൊക്കെയാണ് വരുന്നത്. എമർജൻസി ആയിട്ട് വരുന്ന വാഹനങ്ങൾ, ഇപ്പോൾ വീലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും പഞ്ചറോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ഇതിനായിട്ട് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ വരുന്നത് സ്പേസ് ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു ഓട്ടോറിക്ഷേൻ്റെ ഒക്കെ ആ ഒരു സ്പേസിൽ ഏകദേശം ഒരു സ്പേസ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു 2-3 ചാക്ക് അരിയൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡോറാണ്, ഇതിനകത്തുള്ള സ്പേസ് വളരെ വിശാലമായിട്ട്, ഇപ്പൊ നമ്മളിപ്പോ 176 ഹൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇരുന്നാൽ പോലും ഇത് അത്രയും സ്പേസ് ഈ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 4 ആളുകൾക്ക് വളരെ അനായാസേന ഒരു പ്രശ്നമില്ലാതെ ഇരിക്കാം. പിന്നെ അത്യാവശ്യം റൂഫ് ഹൈറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഷനൊക്കെ അടിക്കുകയാണെങ്കിൽ ഒരു ഹൈറ്റിൽ കുഷനൊക്കെ വരികയാണെങ്കിൽ പിന്നെയും നമുക്ക് സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരുപാട് ആക്സസറീസ്, നമുക്ക് സൈഡ് ഡോറ് കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ വാഹനത്തിനകത്ത് ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഡോറൊക്കെ ചെയ്യാനുള്ള ഓൾറെഡി അതിനുള്ള സംവിധാനമൊക്കെ കൊടുത്തിട്ടുണ്ട്. 1-2 വണ്ടികൾ ഓൾറെഡി മാഹി പ്രദേശത്ത് നല്ല രീതിയിൽ ഫുൾ അൾട്ര വർക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡോറ്, അതേപോലെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തിട്ട്, ഇത്രത്തോളം കവർ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമ്മളെ വടകരയിൽ നിന്ന്, കോഴിക്കോട് നിന്ന് എടുത്തിട്ടുള്ള ഒരു വാഹനം മാഹിയിലൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് ഡ്രൈവറെ സീറ്റ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത്രയും ലെങ്ത് നമുക്ക് ഇവിടെ കിടക്കണം. പിന്നെ ഹാൻഡിലൊക്കെ നമുക്ക് ഇങ്ങനെ നിവർത്തിയിട്ട് പിടിക്കാനുള്ള. ഇനിയിപ്പോൾ മുന്നോട്ട് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീറ്റ് ഇതിന്റെ അടിയിൽ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സീറ്റ് മുന്നോട്ടേക്ക് നീട്ടിയിട്ട് നമുക്കിങ്ങനെ കുറച്ച് കാര്യം ഇരിക്കണമെങ്കിൽ ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് അങ്ങനെയും ഇരിക്കാം. പിന്നെ ഇങ്ങനെ വിശാലമായിട്ട് ഇരിക്കാനുള്ള ആളുകൾക്ക് അങ്ങനെ ഇരിക്കാം. പിന്നെ അതേപോലെ ഇതിന്റെ ബാക്കിൽ നമ്മളെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഹാൻഡ് റെസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ കമ്പനി ഇതിന്റെ കൂടെ ഒരു മൊബൈൽ ഹോൾഡർ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചാർജറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാർക്കിംഗ് ലൈറ്റ്, പിന്നെ ഹസാർഡ് ലൈറ്റ്, പിന്നെ അതേപോലെ ഒരു വൈപ്പർ. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഹാൻഡിലിന്റെ ഭാഗങ്ങളിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള, ഒന്നും നമുക്ക് ഒരു
ഒരു വയറ് പോലും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല രീതിയിൽ ഈ ഹാൻഡിലിന്റെ ഭാഗമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഒരു മോണ്ട്രയുടെ ഒരു അത്യാവശ്യം നമുക്ക് പൈസ ഒക്കെ വിടാൻ പറ്റിയ ഒരു ചെറിയൊരു പേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഗ്ലോ ബോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോ ബോക്സ് ഒരു ചെറിയ ഗ്ലോ ബോക്സ് അത്യാവശ്യം പേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന 4 മോഡുകളാണ്. പാർക്ക് അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു 5 കിലോമീറ്റർ സ്പീഡ് വരെയാണ് ഈ വാഹനത്തിൽ. അതായത് നമ്മുടെ ടൗണുകളിൽ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുള്ള ടൗണുകളിൽ നമുക്ക് ഒരു 5 കിലോമീറ്റർ സ്പീഡിൽ വണ്ടിക്കുള്ള ആ ഒരു പുള്ളിങ് ഫസ്റ്റിലത്തെ ഇനീഷ്യൽ പുള്ളിങ് ഒഴിവാക്കിയിട്ട് ആ ട്രാഫിക് ബ്ലോക്ക് ഒന്ന് കളിക്കാനുള്ള ഒരു ഇതാണ്. പിന്നെ ന്യൂട്രലാണ് വരുന്നത്. പിന്നെ എക്കോ മോഡിൽ 203 കമ്പനി ഇതിനകത്ത് മൈലേജ് പറയുന്നത്. എക്കോ മോഡിൽ നമ്മൾ ഓടുകയാണെങ്കിൽ ഏകദേശം അതിന്റെ അടുത്തൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. പിന്നെ ഡ്രൈവ് മോഡ്, പിന്നെ അതുപോലെ പവർ മോഡ് ആണെങ്കിൽ നമ്മൾ നല്ല കയറ്റങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ടൊക്കെ ലോഡൊക്കെ നല്ലോണം വലിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പവർ മോഡ്, ഇത്രയും മോഡുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ഫ്രണ്ട് റിയർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2 ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് റിയർ ഈ സാധനം നമ്മൾ ഇതിന്റെ വണ്ടി സ്റ്റാർട്ടിങ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട് റിയർ നമ്മൾ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പിറകിലോട്ടോ ഫ്രണ്ടിലോട്ടോ പോകില്ല. നമ്മൾ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റിവേഴ്സിൽ ഇടുകയാണെങ്കിൽ എന്നിട്ട് റിവേഴ്സിൽ കൊടുത്ത് ശേഷം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് വണ്ടി പിറകിലോട്ട് പോവുക. അതേപോലെ നമ്മൾ ഫസ്റ്റ് എടുത്തവിടെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മൾ പിന്നെ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഫ്രണ്ടിലോട്ട് കൊടുക്കുമ്പോഴാണ് വണ്ടി മുന്നോട്ട് പോവുക. അതായത് കുട്ടികളൊക്കെ നമ്മൾ വണ്ടി ചാവി തിരിച്ചതിന് ശേഷം ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകില്ല. കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ വണ്ടി മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അതൊരു സേഫ്റ്റിയുടെ ഭാഗമാണ്. തൊട്ടടുത്തുള്ള നല്ലൊരു ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ എക്സ്ട്രാ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ബോട്ടിൽ ഹോൾഡർ, അതേപോലെ തന്നെ നമ്മുടെ ഈ ചാർജർ, പിന്നെ അതേപോലെ തന്നെ മൊബൈൽ ഹോൾഡർ, പിന്നെ ഈ വാഹനത്തിൽ ഓൾറെഡി ഇതിനകത്ത് ഒരു ചെറിയൊരു മാറ്റ് വരുന്നുണ്ട്. അതിന്റെ പുറമെ കമ്പനി വേറൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു മാറ്റ് തരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിലാണ് വരുന്നത്. പിന്നെ അതേപോലെ സൈഡ് കർട്ടൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് കാര്യമായിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ നമ്പർ പ്ലേറ്റ്, പിന്നെ കാര്യമായിട്ട് നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ വർക്കുകളൊന്നും നമ്മൾ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. 3,88,000 ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആക്സസറീസ് ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്സസറീസ് ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3,60,000 ഏകദേശം 3,60,000 നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ സസ്പെൻഷനും അതോടൊപ്പം തന്നെ അതിന്റെ പിന്നെ ടയർ സൈസും ഒക്കെ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഡ്യുവൽ ആയിട്ടുള്ള സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ ടയർ സൈസ് നോക്കാൻ നമുക്ക് സാധാരണ ബജാജ് ഓട്ടോയിലൊക്കെ വരുന്നതിന്റെ EV-ലൊക്കെ വരുന്നതിനെക്കാളും വലിയ ടയർ സൈസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ തന്നെ കമ്പനി തന്നെ ഒരു വീൽ കപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ മഡ് ഫ്ലാപ്പ്, ഒരു മോണ്ട്രയുടെ ഒരു മഡ് ഫ്ലാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആക്സസറീസ് നിങ്ങൾക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റുന്നതാണ്. പിന്നെ നമ്പർ പ്ലേറ്റിന്റെ താഴെ ചെറിയൊരു ലൈറ്റ്, നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരും. ചില ആളുകൾ റിവേഴ്സ് ക്യാമറ ഒക്കെ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പിന്നെ അതേപോലെ കർട്ടനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാനുള്ള ഒന്നും നമ്മൾ പുറമേന്ന് നമ്മൾ ബോഡി വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇതിനകത്ത് വരുന്നില്ല. പിന്നെ 10K 10 കിലോ വാട്ടിന്റെ പിന്നെ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ അതേപോലെ 456 കർബ് വെയിറ്റ് ആണ് വരുന്നത്. അതായത് വാഹനത്തിന്റെ വെയിറ്റ് 456 കിലോ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതുകൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഡിസ്പ്ലേ, പിന്നെ അതേപോലെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനകത്തുള്ള എത്ര മൈലേജ്, നിലവിൽ എത്ര മൈലേജ് കിട്ടും, ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ, പിന്നെ എത്ര റേഞ്ച് മൈലേജ് കിട്ടും, പിന്നെ ഏത് മോഡിലാണ് വാഹനം ഉള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഒരു ആവറേജ് ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ വേറൊരു ഫീച്ചേഴ്സ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇതിന്റെ സീറ്റ് നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് നമുക്ക് ബാക്കിലുള്ള സ്പേസ്, ഇപ്പോൾ കൂടുതൽ ലഗേജോ കാര്യങ്ങളോ മാത്രം, ഇപ്പം വാഹനങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി ലഗേജ് കാട്ടണമെങ്കിൽ നമുക്ക് ഇതേപോലെ സീറ്റ് പിറകിലേക്ക് മറച്ചിട്ടിട്ട് ഈ രീതിയിൽ നമുക്ക് മടക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഭാഗത്ത് ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഈ സ്പേസിൽ വേണമെങ്കിൽ ചില ആളുകളൊക്കെ സ്പീക്കറും അതേപോലെ ഒക്കെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബോക്സ് അടിക്കാനുള്ള സ്പേസ് ഈ 2 സൈഡിലും, ഈ സൈഡിൽ നമുക്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് അവിടെ ഇല്ല. എന്നാൽ ഈ സൈഡിൽ നിങ്ങൾക്ക് ഒരു ബോക്സ് ഒക്കെ അടിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ പിറകിലും വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ബോക്സ് ഒക്കെ അടിക്കാൻ. നേരത്തെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടു, ഇതിന്റെ കൂടെ മീറ്റർ അടക്കമാണ് നേരത്തെ 3,68,000 ഓൺ ദ റോഡ് പ്രൈസ് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്പീക്കറൊക്കെ ഒരു കവറിംഗ് ഒക്കെ അടിച്ചുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഒരുപാട് സ്പേസ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട് എന്നതാണ്. ഈ മോണ്ട്ര ഓൾറെഡി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരുപാട് ആക്സസറീസും കൂടി നമുക്ക് ഇതിന്റെ കൂടെ കാട്ടാം. ഈ വാഹനം സാധാരണ രീതിയിൽ മറ്റു വാഹനങ്ങൾ വരുന്നത് പോലെ
പ്ലാസ്റ്റിക് ഫൈബർ ഒന്നല്ല വരുന്നത്, കംപ്ലീറ്റ് മെറ്റൽ ബോഡിയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ ബോഡി തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഈ ഭാഗങ്ങളിൽ ഡിസൈനിങ്ങിനും പുറമേ ഉള്ള ഫൈബർ മാത്രമല്ല, ബാക്കി ചേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റീലും അതേപോലെ തന്നെ ബോഡിയൊക്കെ സ്റ്റീലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ മുകളിലൊക്കെ ആ രീതിയിൽ സ്റ്റീൽ പൈപ്പുകൾ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ വാഹനത്തിനകത്ത് വരുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ് വരുന്നത്. പിന്നെ 3 years വാറണ്ടി, ചാർജറിന് 1 year വാറണ്ടി, അതേപോലെ 3 years സാധാരണ വാഹനത്തിന് മൊത്തത്തിലുള്ള വാറണ്ടി. ആ വാറണ്ടി വേണം നിങ്ങൾക്ക് 5 years വരെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. ഒരു 14,000 നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് 5 years വരെ ഈ വാഹനം നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങളിൽ ഫണ്ട് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ നല്ല രീതിയിൽ വിറ്റഴിച്ച് പോകുന്ന ഒരു വാഹനമാണ്. ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിട്ട് പിന്നെ നിങ്ങൾ വാഹനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറയുന്നു. അപ്പോൾ ചാനൽ കണ്ട ആളുകൾ ജസ്റ്റ് ഒന്ന് പരമാവധി നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യും, അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.